ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ പാർക്ക് ചെയ്തിരുന്ന വണ്ടിയാണ്. ഇന്ന് കാലത്ത് നോക്കിയപ്പോൾ വണ്ടി കാണാനില്ല. 11 മണി വരെ നമ്മുടെ ഇവിടെ കിടന്നുറങ്ങിയിരുന്നു. ഈ ബാലമുരുകനാണെന്ന് നമുക്ക് ജസ്റ്റ് ഒരു സാധാരണ പൗരൻ നിലയ്ക്ക് നമ്മൾ അനുമാനിക്കുന്നതല്ലാതെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പരിശോധനയാണ് ഇപ്പോൾ തൃശ്ശൂർ വിയ്യൂരിലെ സുരേന്ദ്രൻ എന്ന വ്യക്തിയുടെ വീട്ടിൽ നടന്നിട്ടുള്ളത്. ഇവിടെ നിന്നും ഒരു സ്കൂട്ടർ ഇന്നലെ രാത്രി മോഷണം പോയി. ഈ ബാലമുരുകൻ സ്കൂട്ടറിൽ രക്ഷപ്പെടുന്ന സ്വഭാവമുള്ള പ്രതിയാണെന്ന് നേരത്തെ പോലീസ് വ്യക്തമാക്കിയിരുന്നതാണ്. നേരത്തെ ജയിൽ ചാടിയപ്പോഴും ഇയാൾ ഒരു സ്കൂട്ടറിലാണ് രക്ഷപ്പെട്ടത്. ഈ വീട്ടുടമയായ സുരേന്ദ്രൻ്റെ വീട്ടിലെ സ്കൂട്ടറാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. എന്താണ് സംഭവിച്ചത്? സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ പാർക്ക് ചെയ്തിരുന്ന വണ്ടിയാണ്. ഇന്ന് കാലത്ത് നോക്കിയപ്പോൾ വണ്ടി കാണാനില്ല. 11 മണി വരെ നമ്മുടെ ഇവിടെ കിടന്നുറങ്ങിയിരുന്നു. ഈ ബാലമുരുകനാണെന്ന് നമുക്ക് ജസ്റ്റ് ഒരു സാധാരണ പൗരൻ നിലയ്ക്ക് നമ്മൾ അനുമാനിക്കുന്നതല്ലാതെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അത് നമുക്ക് പോലീസിന്റെ അന്വേഷണത്തിലാണ്. പോലീസ് വളരെ കാര്യക്ഷമമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. CCTV ഉണ്ടോ വീട്ടിൽ? CCTV ഇല്ല. തൊട്ടപ്പുറത്ത് പല സ്ഥലത്തും പരിശോധിക്കുന്നുണ്ട്. പോലീസ് വളരെ തമിഴ്നാട് പോലീസും ഒക്കെ കാര്യക്ഷമമായിട്ട് പരിശോധിക്കുന്നുണ്ട്. വണ്ടി നമ്പർ എന്തായിരുന്നു? വണ്ടി നമ്പർ ഒരു മിനിറ്റ് കേട്ടോ. KL 08CA 9534 ഹോണ്ട ആക്റ്റീവ. രാത്രി മുതൽ പോയി. അതെ, നമുക്ക് അറിയപ്പെടുന്നത് കാലത്താണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ രാത്രി എത്ര മണിക്ക് പോയി നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. ഇനി ബാലമുരുകനാണോ എന്നും പോലും പറയാൻ കഴിയില്ല. പോലീസ് അങ്ങനെ സംശയിക്കുന്നുണ്ട്. പൊതുവെ നമ്മുടെ ഒരു വ്യക്തി നിലയ്ക്ക് നമ്മൾ അനുമാനിക്കുന്നു. ഇങ്ങനെ ഒരു നമ്മുടെ സാധാരണ സംഭവ വികാസങ്ങളായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്തായാലും പോലീസ് അത് കേന്ദ്രീകരിച്ച് അന്വേഷിക്കുന്നുണ്ട്. രാവിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആലത്തൂരിലെ ഹോട്ടലിൽ അയാൾ ഭക്ഷണം കഴിക്കുന്ന CCTV ദൃശ്യങ്ങളാണ്. പോലീസ് വളരെ ലാഘവത്തോടു കൂടിയാണ് ആ ദൃശ്യങ്ങൾ കണ്ടാൽ ഈ പ്രതിയെ കൈകാര്യം ചെയ്തിരുന്നതെന്നറിയാം. ആ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി വിലസുന്ന ഒരു പ്രതിയാണ് നമ്മൾ കണ്ടത്. എന്തായാലും പോലീസിന്റെ അനാസ്ഥ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോൾ ഈ പരിശോധന വിയ്യൂർ പോലീസ് ഇവിടെ നടത്തിയിട്ടുണ്ട്. പോലീസ് വിവരങ്ങൾ ശേഖരിച്ച് മടങ്ങിയിട്ടുണ്ട്. ബാലമുരുകൻ വൈകാതെ പിടിയിലാവുമെന്ന ആത്മവിശ്വാസമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.